ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാവർക്കും, പ്രത്യേകിച്ചും മലയാളികൾക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ബിൽഡപ്പ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്ന്. വേറൊന്നും നല്ലൊരു മീൻ കറിയാണ്, ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് മീൻ കറി ഇവിടെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നമുക്കത് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് ഞാനിവിടെ ഒരു 2.5 സ്പൂൺ മുളക് പൊടിയും 2.5 സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒരു ഡാർക്ക് കളർ ആവുന്നവരെ നമ്മളൊന്ന് ഇളക്കണം കേട്ടോ, അടി പിടിക്കാൻ ഒന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾക്കെല്ലാം കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1-2 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ മുളക് പൊടിക്കകത്ത് തേങ്ങ ഇടുകയാണ്. അത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ തേങ്ങയുടെ പച്ചച്ചവയൊക്കെ മാറും കേട്ടോ. അപ്പോൾ ആ ഗ്രേവി വേറൊരു ടേസ്റ്റാണ്. അതിന് തണുത്തതിന് ശേഷം നമ്മൾ ആ ഒരു അരപ്പിനെ അരച്ചെടുക്കുകയാണ്. അത് നമ്മുടെ ഈ ഒരു മീൻ കറിയിലോട്ട് മീൻ കറിയിലല്ല കേട്ടോ, മീനിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ചേർത്ത് ഞാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇത്രയും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് വേണ്ട കുറച്ച് മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക് ഇത്രയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഇട്ടാൽ നമ്മൾ മീൻ കറി ആവുള്ളൂ അല്ലേ. അങ്ങനെ മീൻ കറി ഇവിടെ തിളച്ച് ഏതാണ്ട് ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ ഞാൻ ഇവിടെ ഉലുവപ്പൊടി ഇടുന്നുണ്ടായിരുന്നേ, അത് കാണിക്കാൻ പറ്റിയില്ല. ഒന്ന് തിളച്ചുള്ള സമയത്ത് ഉലുവപ്പൊടിയും കൂടി ഇടും. അങ്ങനെ മീൻ ഇവിടെ തിളച്ച് സെറ്റായി. ഇങ്ങനെ ലാസ്റ്റ് സമയമാകുമ്പോൾ നമ്മൾ ഇച്ചിരി കരിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തീ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി കുറുകുവേ. ഈ ചട്ടിലും കൂടെ ഇരിക്കുന്നുണ്ട്, കുറച്ചും കൂടെ കുറവും കണ്ടോ, ഇങ്ങനത്തെ ഒരു കളറിലൊക്കെ കിട്ടി. അതങ്ങനെ നമ്മൾ രാത്രി പുട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടും മീൻ കറി ആക്കാൻ വിചാരിച്ച് ഞാനിന്ന് മീനുള്ള സമയങ്ങളിലൊക്കെ ഞാൻ രാത്രി പുട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.